ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൂടുതൽ നേരമൊന്നും വെറുപ്പിക്കണില്ല, ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വളരെയധികം കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് സെൻറ്റൻസസ് ഉണ്ട് അല്ലേ. ഒരാളെ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, നീ എവിടെ എത്തി, എത്താറായോ, എപ്പോൾ എത്തും എന്നൊക്കെ ചോദിക്കില്ലേ. ഇത് ചോദിക്കാനുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, ഭയങ്കര കോമൺ ആയിട്ടുള്ളത്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നീ എവിടെയാ നമ്മൾ ചോദിക്കില്ലേ, നീ എവിടെയാ, അതെങ്ങനെയാ ചോദിക്കുക? വേർ ആർ യു, എവിടെയാ എന്ന് ചോദിക്കാനായിട്ട് വേർ ആർ യു. നീ എവിടെയാ, വേർ ആർ യു. ദാ ഞാൻ ഇറങ്ങാണ്, ദാ ഞാൻ ഇറങ്ങാണ് എന്ന് പറയില്ലേ നമ്മൾ, അതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഹേ ഐ എം ലീവിങ് നൗ. ഹേ ഐ എം ലീവിങ് നൗ. ലിവിങ് എന്ന് പറയരുത് കേട്ടോ, ലീവിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലീവിങ് നൗ. നീ ഇപ്പം എവിടെ എത്തി, കുറച്ച് കഴിഞ്ഞിട്ടും കാണാണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കും അല്ലേ, നീ ഇപ്പം എവിടെ എത്തി, അതെങ്ങനെ ചോദിക്കും? വേർ ആർ യു നൗ. വേർ ആർ യു നൗ. ഓക്കെ, ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, ഇതെങ്ങനെ പറയും? ഐ എം ഓൺ മൈ വേ. ഐ എം ഓൺ മൈ വേ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഐ എം ഓൺ മൈ വേ. ഞാൻ ട്രാഫിക്കിൽ പെട്ടിരിക്കുക, എപ്പോഴും പറയുന്നൊരു എക്സ്ക്യൂസാണ് അല്ലേ. ട്രാഫിക്കിൻ്റെ മേത്തേക്ക് ഇടും നമ്മൾ കുറ്റം. ഞാൻ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്, ഇത് നമ്മൾ എങ്ങനെ പറയും? ഐ എം സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഞാൻ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. ഐ എം സ്റ്റക്ക് ഇൻ ട്രാഫിക്. ദാ ഞാൻ എത്താറായി, ഇത് പറയില്ലേ നമ്മൾ. ചിലപ്പോൾ 1 കിലോമീറ്റർ ഇനിയും ഉണ്ടാവും, എന്നാലും പറയും ദാ ഞാൻ എത്താറായി എന്ന് പറയും അല്ലേ. അതെങ്ങനെ പറയും? ഹേ ഐ എം ഓൾമോസ്റ്റ് ദെയർ. ഏകദേശം എത്താറായി, ദാ ഇപ്പം എത്തും എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഹേ ഐ എം ഓൾമോസ്റ്റ് ദെയർ. ദാ ഞാൻ എത്താറായി, ഇതെങ്ങനെ പറയും? ഹേ ഐ എം ഓൾമോസ്റ്റ് ദെയർ എന്ന് പറയാം. ഹേ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ലേറ്റ് ആയതിൽ സോറി. ലേറ്റ് ആയതിൽ സോറി, ഇതെപ്പോഴും പറയില്ലേ നമ്മൾ, ഇതെങ്ങനെ പറയും? സോറി ഫോർ ബീയിങ് ലേറ്റ്. സോറി ഫോർ ബീയിങ് ലേറ്റ്. ലേറ്റ് ആയതിൽ സോറി. സോറി ഫോർ ബീയിങ് ലേറ്റ്. സോറി ഫോർ ബീയിങ് ലേറ്റ്. എന്നും അതെ, ഓരോ ഒഴിവുകൾ. ലേറ്റ് ആയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലേ, എന്നും അതെ, ഓരോ ഒഴിവുകൾ. ഇതെങ്ങനെ പറയും? ഓൾവേസ് ദ സെയിം. എപ്പോഴും അതല്ലെങ്കിൽ എന്നും അതെ എന്നൊക്കെ പറയാനായിട്ട് ഓൾവേസ് ദ സെയിം. ഓരോ ഒഴിവുകൾ. ലോട്ട് ഓഫ് എക്സ്ക്യൂസസ്. എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല കേട്ടോ നമ്മൾ പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡയലോഗ് ഇതാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് ഓൾവേസ് ദ സെയിം, ലോട്ട് ഓഫ് എക്സ്ക്യൂസസ് എന്നുള്ളത്. നീ ഒരിക്കലും മാറില്ല, ഇതെങ്ങനെ പറയും? സന്തോഷത്തിൽ പറയണമല്ല, നമ്മൾ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ പറയില്ലേ, നീ ഒരിക്കലും നന്നാവില്ല അല്ലെങ്കിൽ നീ ഒരിക്കലും മാറില്ല എന്നൊക്കെ പറയും അല്ലേ. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? യു വിൽ നെവർ ചേഞ്ച്. You will never change. എനിക്ക് മതിയായി എന്നൊക്കെ പറയാനാണെങ്കിൽ ഐ എം ഡൺ വിത്ത് യു എന്ന് പറയാം കേട്ടോ. ഐ എം ഡൺ വിത്ത് യു. നമ്മൾ ചോദിക്കില്ലേ, നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തു പോയാലോ, ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ലെറ്റ്സ് ഗോ ഔട്ട്. എപ്പോഴാണ് പുറത്ത് പോകാമെന്ന് പറഞ്ഞേക്കണത്? വൈകുന്നേരം. അപ്പോൾ ലെറ്റ്സ് ഗോ ഔട്ട് ഇൻ ദ ഈവനിങ്. ലെറ്റ്സ് ഗോ ഔട്ട് ഇൻ ദ ഈവനിങ്. വാട്ട് സേ? വാട്ട് സേ എന്ന് നമ്മൾ ചോദിക്കുന്നത് എന്തു പറയുന്നു എന്നൊക്കെ ചോദിക്കില്ലേ. അഭിപ്രായം ചോദിക്കുമ്പോൾ നമുക്ക് വാട്ട് സേ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്ത് പോയാലോ, ലെറ്റ്സ് ഗോ ഔട്ട് ഇൻ ദ ഈവനിങ്. വാട്ട് സേ എന്ന് നമുക്ക് ചോദിക്കാം. അതിനെന്താ, പോകാലോ എന്ന് നമ്മൾക്ക് റിപ്ലൈ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെന്താ, വൈ നോട്ട്. വൈ നോട്ട്, പോകാലോ, ലെറ്റ്സ് ഗോ. Why not? Let's go.
ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങാം ഓഫീസിൽ നിന്ന്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഐ വിൽ ലീവ്, ലീവ് അല്ല കേട്ടോ, ഐ വിൽ ലീവ് ഫ്രം ഓഫീസ് ഏർലി ടുഡേ. ഇന്ന്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഐ വിൽ ലീവ് ഫ്രം ഓഫീസ് ഏർലി ടുഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വിൽ ലീവ് ഏർലി ഫ്രം ഓഫീസ് ടുഡേ എന്ന് പറയാം. രണ്ടും തെറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങാം ഓഫീസിൽ നിന്ന് എന്നെങ്ങനെ പറയും? ഐ വിൽ ലീവ് ഏർലി ഫ്രം ഓഫീസ് ടുഡേ എന്ന് പറയാം. നമുക്ക് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാം എന്ന് നമ്മൾ പറയില്ലേ? നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. ഇതെങ്ങനെയാണ് പറയാ? ലെറ്റ്സ് ഈറ്റ് ഔട്ട്. ഈറ്റ് ഔട്ട് എന്ന് പറയണത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസാണ് കേട്ടോ, ഈറ്റ് ഔട്ട്. അപ്പോൾ ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ. നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ. ലെറ്റ്സ് ഈറ്റ് ഫ്രം ഔട്ട്സൈഡ് ടുഡേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്ന ഫ്രേസാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ. ലെറ്റ്സ് ഈറ്റ് ഔട്ട് ടുഡേ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ പുതിയ ക്ലാസ്, അഡൽട്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.